അതെ, നമ്മൾ വേറൊരു വഴിക്ക് പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് കിട്ടിയൊരു വണ്ടിയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിക്കാനായിട്ടൊന്ന് ചോദിച്ചു, പക്ഷെ പരിചയപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് നമ്മുടെ സ്വന്തം വണ്ടിയാണ്, നമ്മുടെ സ്വന്തം മുരിക്കാശ്ശേരിയിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വണ്ടിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സീറ്റൊക്കെ ആണെങ്കിലും അകത്തെ വ്യൂ ആണെങ്കിലും ഒക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്കിനി നമ്മുടെ ഈ വണ്ടീനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെട്ടേക്കാം കേട്ടോ. നമ്മുടെ സ്വന്തം വണ്ടിയാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് കാമിയോ, അതായത് മുരിക്കാശ്ശേരിയിലുള്ളതാണ്. അപ്പോൾ ഇത് 20 സീറ്റ് വണ്ടി കേട്ടോ, പുതിയ വണ്ടിയാണ്, ഫുൾ AC വണ്ടി. സീറ്റ് അകത്തെ വർക്കുകൾ എല്ലാം അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് പറയുന്ന സ്പെക്കിലുള്ള ഏത് വണ്ടി, അതായത് ഏത് സീറ്റ് എണ്ണം വേണമെങ്കിലുള്ള വണ്ടികൾ ഇവർ അറേഞ്ച് ചെയ്ത് തരും. ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ അടിയിൽ കൊടുത്തേക്കാം. അതിന് നമുക്ക് വണ്ടീനെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടേക്കാം അല്ലേ. നമുക്കിനി വണ്ടീനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെട്ടേക്കാം അല്ലേ, ഒന്ന് കാണാട്ടോ ആയി തന്നെ. അപ്പോൾ പുതിയ വണ്ടി കണ്ടിട്ടുണ്ടല്ലോ, പെയിൻറ്റിങ് ഒക്കെ അടിപൊളിയല്ലേ നോക്കി, നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാട്ടോ. അപ്പോൾ സൈഡിലൊക്കെ അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക് കണ്ടേക്കാം. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കാണെങ്കിൽ അടിപൊളിയല്ലേ, ടോപ്പൊക്കെ ചെയ്തേക്കണമെങ്കിൽ ലൈറ്റ് പിടിപ്പിച്ചേക്കണെങ്കിലും പേരൊക്കെ ആണെങ്കിൽ സൈഡിൽ കമ്മിയൊന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ അടിയൊക്കെ നോക്കി നല്ല രസമില്ലെന്ന് വെച്ചാൽ ഫോഗ് ലാമ്പ് ആ ഒരു സെക്ഷനൊക്കെ. പിന്നെ ഇങ്ങനെ വരുമ്പോഴേക്ക് സൈഡിലേക്ക് നോക്കാം. അപ്പോൾ അകത്താണ് നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ ഉള്ളത്. പുറത്ത് നമുക്ക് സാധാരണ എല്ലാ വണ്ടിയാണെ പോലെ തന്നെ വെള്ള കളറാണ്. പക്ഷേ ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് ആ വെള്ള കളറിന് തന്നെയാണല്ലോ ഭയങ്കര തിളക്കവും ഭയങ്കര അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നുവെച്ചാൽ ആദ്യത്തെ റൂട്ടിൽ നമ്മൾ കണ്ടപ്പോൾ തന്നെ പെട്ടെന്നൊരു സഡനായിട്ട് നമുക്കൊരു അതിൻ്റെ അകത്തേക്കൊരു ഇത് തോന്നി, ഒരു ഇഷ്ടം തോന്നി മനസ്സിൽ. അപ്പോൾ ബാക്കിൽ ഒരു വ്യൂ, അവരുടെ പേര്, ഡീറ്റെയിൽസ്, അവരുടെ ഫോൺ നമ്പർ എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാതെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ നമ്മൾ എഴുതി കാണിച്ചേക്കാം. പിന്നെ ഈ ഒരു സൈഡിലേക്കുള്ള വ്യൂ നമുക്ക് നേരെ പോയിട്ട് വണ്ടിയുടെ അകം ഒന്ന് കണ്ടേക്കാം അല്ലേ. അപ്പോൾ അകമൊക്കെ ആണെങ്കിലും നമ്മുടെ ജോഷയിൽ പണിതാണ്. അത്യാവശ്യം എല്ലാ വർക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ അകത്തേക്ക് കയറാം. അപ്പോൾ ഇതേ ആദ്യം തന്നെ വണ്ടിയുടെ അകമൊന്ന് നോക്കി, എന്നെ സെറ്റപ്പാന്ന് നോക്കി കണ്ടോ. സീറ്റൊക്കെ നോക്കി, സീറ്റ് എല്ലാം അടിപൊളിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അവരുടെ പേര് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തെ ലൈറ്റുകൾ കണ്ടോ. സീറ്റൊക്കെ ആണെങ്കിൽ ഫുള്ള് സീറ്റ് മാറ്റിയിട്ട് പുതിയ സീറ്റൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് പേയ്മെൻറ്റൊക്കെ മുടക്കിയിട്ടുണ്ട്. ഫുള്ള് കവറ് കാര്യങ്ങളൊക്കെ അടിച്ച് ഭയങ്കര നീറ്റായിട്ട് കണ്ടോ. ഈ ഡാഷൊക്കെ ആണെങ്കിലും നല്ല നീറ്റിൽ നോക്കി. നമുക്കിനി സീറ്റ് മറിച്ചിട്ട് അകത്തേക്ക് കയറാം. അതെ, നമുക്കിനി അകത്തേക്ക് കയറാം. ചവിട്ടുപൊടി വരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെൽക്കം. അതെ, ഒരു ചെറിയൊരു പെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇതിൻ്റെ അകമാണ് ഇനി കാണേണ്ടത്. അകം നോക്കി, സീറ്റ് കണ്ടോ. ആ സീറ്റ് കാഴ്ച തന്നെ നല്ല രസമില്ലെന്ന് ചെയ്യും, നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട്. സീറ്റ് അത്യാവശ്യം റൂഫ് കാര്യങ്ങൾ, ലൈറ്റൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല, അറിയാലോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ആകാശം, അതായത് റൂഫ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടല്ലേ വർക്ക് ചെയ്തേക്കണേ നോക്കി. സൗണ്ടൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. സീറ്റൊക്കെ ആണെങ്കിലും നല്ല സെറ്റായിട്ട്. നമുക്കൊന്ന് ഇരുന്നും കൂടെ കാണിക്കാം. അപ്പം ഇരിക്കാൻ നേരത്ത് നല്ല കംഫർട്ടായിട്ട് നമുക്ക് പുഷ് ബാക്ക് സീറ്റ്, ലിവർ താത്തി കിട്ടിയാൽ ലാവിഷായി. അപ്പോൾ നമുക്ക് പുഷ് ബാക്ക് സീറ്റിലൊക്കെ ഇരുന്നത് അതെ. അത്യാവശ്യം ഫ്രണ്ടിൽ വലിയൊരു TV കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് യാത്രക്കാർക്ക് TV ഒക്കെ കണ്ട് ഇതും കൂടെ കുറച്ച് ചാച്ചിട്ട് കഴിഞ്ഞാൽ TV ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ലാവിഷായിട്ട് യാത്ര ചെയ്യാം. ദേ ജോഷുവ, അവരുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാന്ന് പറയുമോ ഈ റൂഫ് ചെയ്തേക്കണേ കേട്ടോ. അത് ഭയങ്കര അടിപൊളിയായിട്ടില്ലേ നോക്കി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് സ്പേസുകൾ, ബെർത്ത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ പുറകോട്ട് വരുമ്പോഴേക്കും പുറകിൽ നമുക്കൊരു 4 സീറ്റ്, എല്ലാം നല്ല അടിപൊളിയായിട്ടോ വർക്ക് ചെയ്തേക്കണേ. സൈഡ് എല്ലാം കണ്ടോ. പിന്നെ നമുക്കിവിടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വണ്ടി AC വണ്ടിയാണ്. AC-യുടെ വെൻ്റ് കാര്യങ്ങളെല്ലാം അതെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് ചെറിയ സീറ്റിലിരുന്നാലും നമുക്കുണ്ടല്ലോ അത്യാവശ്യം ഇതുണ്ടോ, നല്ല രീതിക്ക് അത്യാവശ്യം വിസ്തരിച്ചിരിക്കാം കൈയൊക്കെ വെച്ച് ലാവിഷായിട്ട്. AC ആയിട്ടും നോൺ AC ആയിട്ടും ഒക്കെ നമുക്ക് കൊണ്ട് ഉപയോഗിക്കാം. ചെറിയ ട്രിപ്പൊക്കെ പോകാൻ നേരത്ത് അത്യാവശ്യം സൗണ്ടും ലൈറ്റും ഒക്കെ നല്ലതായതുകൊണ്ട് നല്ല ലാവിഷ അടിപൊളി തകർക്കാട്ടോ. സ്റ്റിയറിങ്ങൊക്കെ നോക്കി, സ്റ്റിയറിങ്ങൊക്കെ കൊടുത്തേക്കണേ. ആ കവറൊക്കെ കണ്ടോ.
അപ്പോൾ അതേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കൂടാനായിട്ട് മറക്കരുത്. അപ്പോൾ ഫോളോ ഒക്കെ ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്.